പ്രസംഗിച്ചത് എത്ര മനോഹരമായി എത്ര ശക്തിയോടെ പ്രസംഗിച്ചാലും നിങ്ങളുടെ പേഴ്സിന് പുറകെയാണ് അവരെല്ലാവരും എന്നുള്ളതാണ്. Put the hand in your pocket. That's what they're really interested in. ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് വളരെ രസകരമാണ്. നിങ്ങൾ മലന്ന് വീഴാനായിട്ട് തക്കവണ്ണം ശുശ്രൂഷകൾ അവരുടെ കയ്യിലുണ്ട്. വീണ് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ പോക്കറ്റ് അടിക്കുക എന്നുള്ളതും അവരുടെ പരിപാടിയാണ്. നിങ്ങളുടെ ഇതുകൊണ്ടൊന്നും നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. Jesus never did that. യേശു ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ You never find Jesus pushing anybody down or interested in his money. യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് ആരെങ്കിലും ഈ നിലയിൽ നിരത്ത് തള്ളിയിട്ടതായിട്ടോ അവരുടെ പണത്തിന്റെ ഒരു ചില്ലിക്കാശെങ്കിലും മോഹിച്ചതായിട്ടോ യേശുവിനെ കുറിച്ച് നാം കാണുന്നുണ്ടോ? യേശുവിനടുക്കൽ അത്രയും ധനകാരൻ വന്ന് അവന്റെ മുമ്പിട്ടു വിടോ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു അവന്റെ ചോദ്യം. യേശുവിനെ മറുപടി നിങ്ങൾക്കറിയാമോ? Go and give your money to the poor and you come to me without your money. നീ ധനികനാണല്ലോ, സ്നേഹിത, പോയിട്ട് നിന്റെ ധനം നിന്റെ പണം ദരിദ്രർക്ക് കൊടുക്കുക. ആ പണം കൊടുത്തതിന് ശേഷം വന്ന് എന്നെ അറിയിക്കുക. Have you ever heard a pastor tell you, go and give your money somewhere else and you come to me without your money? I want to bless your soul. ഇന്നത്തെ ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു പാസ്റ്റർ നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പണം നിങ്ങളുടെ പാവപ്പെട്ട ആവശ്യക്കാർക്ക് കൊടുത്തിട്ട് നിങ്ങളെയാണ് ദൈവത്തിന് വേണ്ടത്, വന്ന് എന്നോടൊപ്പം കൂട്ടായ്മയ്ക്ക് വരാൻ വിളിക്കുന്ന ആരെങ്കിലും. I have said that to many people. ഞാൻ പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല. My church doesn't want your money. ഞാൻ ആയിരിക്കുന്ന സഭയ്ക്കും നിങ്ങൾക്ക് ആ പണം ഇഷ്ടമുള്ളത് കൊടുക്കാം. You come here and hear the word of God that will change your life. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കലർപ്പില്ലാത്ത വചനം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളോട് വരാം എന്ന് ഞാൻ അനേകരോട്. That's what Jesus preached. യേശു ആ നിലയിലാണ് പ്രസംഗിച്ചത്. And I learned to preach it from Jesus, not from today's preaching. ഇന്നത്തെ പ്രസംഗമല്ല ഈ കാര്യത്തിൽ എന്റെ മാതൃക. എന്റെ ഗുരുനാഥനുമായിരിക്കുന്ന യേശുവിൽ നിന്നാണ് ഞാൻ ഈ പ്രസംഗം പഠിച്ചത്. Because I know that any double worship of God, of that the Creator and the creature, will make me double a child of hell. സൃഷ്ടിയുടെയും സൃഷ്ടാവിന്റെയും പുറകെ ഒരുപോലെ ആരാധന ഓടുന്ന ഒരു ജീവിതവും നരകത്തിലല്ലാതെ ഇരട്ടി നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല. You have to make a choice today. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ രാത്രിയാണ്. You want to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? God is not asking for something special. ദൈവം നിങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യമല്ല ചോദിക്കുന്നത്. You tell me, many of you who are married, വിവാഹിതരാണെന്ന് എന്നെ കേൾക്കുന്ന അനേകര് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയുകയാണെങ്കിൽ I will live with you on Sunday. ഞാൻ ഞായറാഴ്ച I'll be yours. ഞായറാഴ്ച മുഴുവൻ വേറെ ആർക്കും Ask me where I'll go the other 6 days. ബാക്കി 6 ദിവസം ഞാൻ എവിടെയൊക്കെ ആയിരിക്കും ആരോടൊക്കെ ആയിരിക്കും എന്നൊന്നും ദയവായിട്ട് ചോദിക്കല്ലേ. How many of you will say, praise the Lord, sister, that is enough, I don't want to. നിങ്ങൾ എത്ര വിവാഹങ്ങളായ പുരുഷന്മാര് പറയും ദൈവത്തിന് സ്തോത്രം, ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഒരു ദിവസമെങ്കിലും നീ എന്നോട് ഉണ്ടല്ലോ. അവളോട് സുഖമുള്ള ഭർത്താക്കന്മാരെന്താ പറയുക? ഇന്ന് നാളത്തേക്ക് മാറ്റില്ല, ഇന്ന് നീ തിരഞ്ഞെടുക്കണം നിനക്ക് ആരെയാ വേണ്ടത്. നിനക്ക് തിരഞ്ഞെടുക്കാം. 7 ദിവസം വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളവരോട് താമസിക്കാം, വേണമെങ്കിൽ 7 ദിവസം എന്റെ കൂടെ താമസിക്കാം, തിരഞ്ഞെടുക്കാം. വിഭജിക്കപ്പെട്ട ഒരു ഹൃദയം ഞാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു ഭർത്താവ് പറഞ്ഞാൽ ഇത് കുറച്ച് കടന്ന ഒരു അവകാശവാദമാണെന്ന് ആരെങ്കിലും വിചാരിക്കും? ഇവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഏറ്റവും കുറഞ്ഞ കാര്യമല്ലേ? നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ കർത്താവുനാഥനുമായ നിങ്ങളിൽ നിന്ന് വിഭജിക്കപ്പെടാത്ത ഭക്തി പ്രതീക്ഷിക്കുന്നവരിൽ അത് അതിശോക്തിയുണ്ട്. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഏകനാഥനായ കർത്താവുമായിട്ടുള്ളതായിരിക്കുന്ന വിവാഹ ബന്ധമാണ് എന്ന് നിങ്ങൾ ലോകത്തോടും വിശ്വാസികളോടും പാപത്തോടും ഉള്ള ഒരു ബന്ധത്തിൽ, വിവാഹ ബന്ധത്തിൽ എന്ന പോലെ ഞാൻ കുഴഞ്ഞു കിടന്നവനായിരുന്നു. എന്റെ കർത്താവിനെ അങ്ങനെയുള്ള ഒരു വിവാഹത്തിൽ നിന്ന് എങ്ങനെയാണ് മോചിപ്പിച്ചത്? എന്റെ ഭർത്താവായിരുന്ന ന്യായപ്രമാണത്തിൽ ലോകത്തെ കൊന്ന് അല്ല എന്റെ സ്വന്തം ലോകത്തെയോ പിശാചിനെയോ ഇല്ലാതെയാക്കിയിട്ടല്ല എന്നെ വിടുവിച്ചത്. അവൻ എന്റെ മരണത്തിലൂടെയാണ് ക്രൂസിൽ കർത്താവായ യേശുവിനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ ലോകത്തിന് മരിച്ചത്. നമുക്കറിയാം,
me from my own husband. എന്റെ മരണമാണ് എന്റെ പഴയ ഭർത്താവിൽ നിന്നും എനിക്ക് മോചനം നൽകിയത്. And then God did a wonderful thing. അതിനുശേഷം അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം എന്റെ നാഥനായ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തു. This dead woman ഈ മരിച്ചിടുന്ന ഈ സ്ത്രീയെ raised me up with Christ. ക്രിസ്തുവിനോടുകൂടി എന്നെ അവൻ ഉയർത്തിച്ചു. And he said, now you can be married. അതിനുശേഷം അവൻ എന്നോട് പറഞ്ഞു, ഇനിയും നിനക്ക് വിവാഹത്തിയാകും. Legally. നിനക്ക് നിയമപ്രകാരം നിന്റെ പഴയ വിവാഹത്തിന് ഇനിയും You can സാധ്യതയില്ല. now be married to Jesus Christ. ഇപ്പോൾ നിനക്ക് യേശുവുമായിട്ടൊരു വിവാഹത്തിന് സാധ്യത. And I give my life to Christ. അങ്ങനെയാണ് ഞാൻ കർത്താവിനായിട്ട് എന്റെ ജീവിതം സമർപ്പിച്ചത്. ഇപ്പോൾ After that, അതിനുശേഷം if I still go back to my husband, even the other old husband, even one day a week, അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഉയർത്തിക്കപ്പെട്ട ഞാൻ വന്നതിന് ശേഷം ഒരു ദിവസമെങ്കിലും എന്റെ പഴയ ഭർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോയാൽ I am what the Bible calls a harlot. ദൈവജനം എന്നെ വിളിക്കുന്ന പേര് വ്യഭിചാരിണി എന്നാണ്. So many people have said Babylon is the Roman Catholic Church. അനേക ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ബാബിലോൺ എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയാണ്. If you have left the church, you have left Babylon. കത്തോലിക്ക സഭ വിട്ടെന്ന് വരികില് ബാബിലോണിൽ നിന്ന് നിങ്ങൾ That is one of the greatest lies that have been preached in Kerala for so many years. കേരളത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പോഷകമാണ് ഈ കാര്യം. I'll tell you what Babylon is. ബാബിലോൺ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. Babylon includes every believer who says he's married to Christ and then goes back to the old husband. ബാബിലോൺ എന്ന് പറഞ്ഞ ആ വേശ്യയുടെ ആ സംഘത്തിന്റെ അടയാളം ഞാൻ പറയാം. യേശുവിനോട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് അവകാശപ്പെടുകയും പഴയ ഭർത്താക്കന്മാരുടെ പുറകെ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്ത വിശ്വാസികൾ Jesus Christ യേശുവിനെ ആരാധിക്കുന്നവരാണ്. and loves the world ലോകത്തെ സ്നേഹിക്കുന്നവരാണ്. പണസ്നേഹത്തിൽ സ്വാതന്ത്ര്യമില്ല. and loves all those other things the world offers. ലോകം വെച്ച് നീട്ടുന്നതായിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങൾക്കും ഹൃദയം പങ്കിടുന്ന വിശ്വാസികൾ. It doesn't matter which denomination that fellow is. അങ്ങനെയുള്ള വിശ്വാസി ഏത് സഭയിലാണെന്നുള്ളത് ദൈവത്തിന്റെ വിഷയമല്ല. He is a part of Babylon. അങ്ങനെയുള്ള വിശ്വാസി ബാബിലോണിലെ ദൈവം വെറുക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. Such believers are found in every denomination. എന്നാൽ സത്യം കൂടെ പറയാം, ഏത് തരത്തിലുള്ള ക്രിസ്തീയ സമൂഹത്തിലും ബാബിലോണിന്റെ ഭാഗമായിരിക്കുന്ന വിശ്വാസികൾ എല്ലാ കാലത്തും Say, Brother Zach, do you have some members of Babylon in your church also? നിങ്ങൾ ചില ചോദിക്കുമായിരിക്കും, സഹോദര, നീ സൂക്ഷിക്കുന്ന സഭയില് ബാബിലോണിന്റെ അംഗങ്ങൾ ചിലരെങ്കിലും ഉണ്ടോ? Yes, I'm sorry to say there are some in my churches too. ദുഃഖത്തോടെയാണെങ്കിൽ ഞാൻ സത്യം പറയട്ടെ, എന്റെ സഭയിലും ബാബിലോണിന്റെ ഭാഗമായിരിക്കുന്ന ചില വിശ്വാസികൾ. I tell the same thing in my church in Bangalore. ബാബിലോണിലായിരിക്കുന്ന സഭയിൽ ഈ കാര്യം ഞാൻ ഒരു മടിയും കൂടാതെ പറയാം. You go and ask them. അവരോട് ചോദിച്ചാൽ I tell them some of you sitting here belong to Babylon. ഞാൻ അവരോട് മടിയും കൂടാതെ പറയാറുണ്ട്, എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലർ ബാബിലോണിന്റെ ഭാഗമാണ്. Because you love Jesus and you love the world. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലോകത്തെ You try to worship the Creator and the creature at the same time. സൃഷ്ടി ആരാധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾ അതേ സമയത്ത് തന്നെ സൃഷ്ടാവിനോടൊപ്പം സൃഷ്ടിയെയും ആരാധിക്കുക. My loyalty is not to my church. My loyalty is to Jesus Christ. ഞാൻ പറയട്ടെ, എന്റെ പ്രതിബദ്ധത ഞാനായിരിക്കുന്ന സഭയോടല്ല, ഒന്നാമതായിട്ട് ജീവനുള്ള ദൈവത്തോടാണ് എന്റെ കടപ്പാട്. I'm not seeking to lead people in my church. I'm seeking to lead people in Jesus Christ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സഭയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നടക്കുക എന്നുള്ളതല്ല എന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശം. ദൈവത്തിലേക്ക് ഹൃദയങ്ങൾ നടത്തപ്പെടും. But we need to go to some church. എന്നാൽ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സഭയിൽ നാം ആയിരിക്കേണ്ട Just like you want to put your children in the best school, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. take your sick wife to the best hospital. നിങ്ങളുടെ ഭാര്യ രോഗിയാകുമ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് അവിടെ കൊണ്ടുപോകും. Go to the best church. അതുപോലെ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല ഏതെങ്കിലും ഒരു സഭയിലായിരിക്കും. അത് നിങ്ങൾ വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനം. I know the church I want is the one that teaches me to be free from worshiping a creature. ഞാൻ ഏത് സഭയുടെ ഭാഗമായിരിക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തതയുണ്ട്. ലോകസ്നേഹത്തിൽ നിന്ന് പാപത്തിന് സ്വന്തമാക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു സഭയാണ് എനിക്ക് വേണ്ടത്. Won't be perfect because there's no perfect church in the whole world. അങ്ങനെയുള്ള ഞാനായിരിക്കുന്ന സഭ എല്ലാം തികഞ്ഞ ഒരു സഭയല്ല. കാരണം ലോകത്തിൽ യേശുവിന്റെ മടങ്ങിവരും എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു സഭയും ഉണ്ടായി. But it'll be a church that challenges me Sunday after Sunday to be free from the love of the world. എന്നാൽ സഭയുടെ എല്ലാ മീറ്റിങ്ങുകളിലും ലോകസ്നേഹത്തിൽ നിന്നും കൂടുതൽ സ്വന്തമാകുവാനായിട്ട് എന്റെ മനസ്സിനെ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു സഭ കൂട്ടമാണ്. Love and worship Jesus Christ alone. യേശുക്രിസ്തുവിനെ മാത്രം ആരാധിക്കുവാനായിട്ട് ഹൃദയങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന സഭ. So that I can be ready for His coming. കർത്താവിന്റെ മടങ്ങിവരവിനായിട്ട് ഏത് സമയത്തും ഒരുങ്ങിക്കൊണ്ടിരിക്കുവാൻ സഹായിക്കുന്ന ഒരു കൂട്ടം.
What shall we say at the end of the message? ഈ സന്ദേശത്തിന് ഒടുവിലേക്ക് വരുമ്പോൾ എന്താണ് നാം പറയേണ്ടത്? What Jesus said. യേശു പറഞ്ഞ വാക്കുകളാണ് നമുക്ക് പറയാനുള്ളത്. He who has ears to hear, let him hear. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Jesus knew that not everybody had ears to hear. കർത്താവ് അനേകം വാക്കുകൾ സംസാരിച്ചു. അവിടുത്തെ അറിയാമായിരുന്നു തന്നെ കേൾക്കുന്ന എല്ലാവർക്കും അവന്റെ വചനങ്ങൾ കേൾക്കുവാനായിട്ടുള്ള ചെവികളില്ല. The Old Testament prophets knew that. The New Testament prophets know. പഴയ കാലത്തെ പ്രവാചകന്മാർക്ക് ഈ സത്യം അറിയാമായിരുന്നു. പുതിയ കാലത്തും ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാർക്ക് ഈ സത്യം അറിയാം. കേൾവിക്കാർക്കെല്ലാം ദൈവത്തെ കേൾക്കുവാനുള്ള ഒരു ചെവിയില്ല. You know what is my wish? എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ് ഞാൻ പറയട്ടെ? I wish all of you sitting here have ears to hear what Jesus said. ഇവിടെ എന്നെ പ്രവാചകരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും കർത്താവ് പറയുന്നത് കേൾക്കുവാൻ ഒരു ചെവി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. Not my words. എന്റെ വാക്കുകൾ കേൾക്കുവാൻ Jesus' words written in your Bible. ഞാൻ പറഞ്ഞ എന്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളല്ല, നിങ്ങളുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ കേൾക്കുവാനുള്ള ചെവി. You cannot worship God and money. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും പണത്തെയും ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുകയില്ല. You cannot worship the Creator and what He created. സൃഷ്ടാവിനെയും അവിടുന്ന് സൃഷ്ടിച്ചതിനെ ഒരുമിച്ച് ആരാധിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയും. Choose this day whom you will serve. നിങ്ങൾ ആരെ സേവിക്കുമെന്നുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ എടുക്കണം. I have set before you the way of life and death. ജീവിതത്തെയും മരണത്തിന്റെയും പാതകൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ വരച്ചു കാട്ടി. I may not see some of you again. ഒരുപക്ഷെ നിങ്ങൾ ചിലരെ ഇനി ഞാൻ ഒരിക്കലും കണ്ടെന്നു വരികയില്ല. We will meet at the judgment seat of Christ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായ വിധിയുടെ സിംഹാസനത്തിന് മുൻപാകെ ഒരു ദിവസം നാം കണ്ടുമുട്ടും. And you will remember in that day that you were told the truth. ദൈവത്തിന്റെ സത്യം നിങ്ങൾ 2007 ജനുവരി മാസം 6-ാം തീയതി വൈകുന്നേരം കേട്ടു എന്നുള്ള സത്യം വളരെ വൈകിയാണ് അന്ന് നിങ്ങൾ ഓർത്തു. Now it is up to you to choose. ഇപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുക്കുക. നമുക്ക് തലമുണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരാം. God loves us, that's why He gives us the truth. ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് വളരെ ലളിതമായിരിക്കുന്ന നിലയിൽ തന്നെ സത്യം നമ്മോട് അറിയിക്കുന്നത്. The scan report the doctor gave may be pretty serious. ഒരുപക്ഷെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയിൽ ഡോക്ടർ നമുക്ക് നൽകിയതായിരിക്കുന്ന സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് നമ്മുടെ വളരെ ഗുരുതരമായ അവസ്ഥയായിരിക്കാം കാണിക്കുന്നത്. But the good news is you may be healed completely. എന്നാൽ ഡോക്ടർ അത്രയും വിഷമമായിരിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ സത്വർത്തമാനം ഉണ്ടെന്ന് പറയുവാൻ, നിനക്ക് സൗഖ്യമാകുവാൻ, പൂർണ്ണമായി സൗഖ്യമാകുവാൻ കഴിയും. 100% you can be healed. 100% സൗഖ്യമാകുവാൻ നിനക്ക് കഴിയുമെന്ന് ഡോക്ടർ പറയുന്നത് പോലെയാണ്. Jesus can deliver you completely. യേശു ക്രിസ്തുവിനെ നിങ്ങളെ സമ്പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയുമെന്നതാണ്. Will you say, Lord, make me a true worshiper? ഇന്ന് രാത്രി കർത്താവിനോട് ഹൃദയത്തിൽ നിന്നും നിങ്ങൾ ആത്മാർത്ഥതയോട് പറയുമോ, കർത്താവേ എന്നെ യഥാർത്ഥ ആരാധനക്കാരനാക്കി തീർക്കണം. Don't let me fool myself. ഞാൻ എന്നെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഇനി ഒരു ദിവസം ജീവിക്കുവാൻ ഞാൻ Be a serious Christian. ഗൗരവമായിട്ട് അങ്ങയുടെ മാർഗം, ക്രൂശിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്ന I don't want to be deceived anymore by these money-loving pastors. പണസ്നേഹികളായിരിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാരാ ഇനിമേൽ വഞ്ചിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഞാൻ ഒരു ദിവസം ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, Thank you for hearing me. എന്നെ കേട്ടതിനായി അങ്ങേ Surrender my life to you. ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണ്ണമായി അങ്ങേക്ക് Jesus സമർപ്പിക്കുന്നു. Christ, Lord my Lord. കർത്താവായ യേശുവേ, അങ്ങ് തന്നെയാണ് എന്റെ കർത്താവ്. Heavenly Father, സ്വർഗ്ഗപിതാവേ, I pray that we will all have ears to hear. കർത്താവേ, ഞങ്ങൾ എല്ലാവർക്കും അങ്ങേ കേൾക്കുവാനായിട്ടുള്ള ചെവികൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ